Dear students, in the last video we mentioned the transformation of heat into work is usually done by two general types of heat engines. One is the internal combustion engine and the external combustion engine. Examples for internal combustion engines are gasoline engine and diesel engine, and the examples for external combustion engines are the steam engine and the Stirling engine. Okay, so in the case of gasoline engine and diesel engine, the rapid fuel burning of the burning of the fuel and the oxygen are taking place in a confined space called the combustion chamber. So that is why it is called an internal combustion engine. Okay, whereas in the case of external combustion engine, the increase in temperature and pressure of the gas is accomplished by a high temperature surrounding that transfer heat into the system inside the chamber. Okay, so that is why that is called the external combustion engine. Okay, in our syllabus we have only internal combustion engine, so we will discuss only the gasoline engine and diesel engine. Okay, so first we are going to the gasoline engine. Okay, so for a gasoline engine, we already mentioned the process of transfer of heat into mechanical work. It need a series of cyclic process or series of process that happen in a cyclic manner. So in the case of a gasoline engine, the cycle involves the performance of 6 processes. Okay, so in this, 4 of which require vertical motion of the piston, and these are called strokes. So out of the 6 processes, 4 processes are strokes. Okay, these strokes, in this, all the strokes, what happens, the pistons moves vertically. Okay, അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പിസ്റ്റൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇൻവോൾവ് ചെയ്തിരിക്കും. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കാണും, ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാണ്, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്ട്രോക്സ് എന്താണ്, ഇതിൻ്റെ അകത്തുള്ള മറ്റ് പ്രോസസ്സുകൾ എന്താണ്, കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, എക്സോസ്റ്റ് പല പ്രോസസ്സും ഉണ്ട്. ആ ഓരോ പ്രോസസ്സ് നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ യു ജസ്റ്റ് വാച്ച് ദ വീഡിയോ നൗ. സോ ഇതാണ് ഒരു ഗ്യാസോലിൻ എൻജിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതിൽ പല ഭാഗങ്ങളുണ്ട്. ഇതിലാണ് നമ്മൾ പറയുന്ന പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പാർട്ട് ഉണ്ട്, ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ട്. പിന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്ട്രോക്കാണ് ഇൻടേക്ക് സ്ട്രോക്ക്. ഇതാണ് ഇൻടേക്ക് സ്ട്രോക്ക്. ഓക്കെ, ഇതിൽ നമ്മൾ ഫ്യൂവൽ പ്ലസ് എയർ ഇതിനെ ഇങ്ങോട്ട് സക്ക് ചെയ്തെടുക്കുന്നതാണ് ഇൻടേക്ക് സ്ട്രോക്ക്. അതൊരു സ്ട്രോക്കാണ്. അതിൻ്റെ അകത്ത് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി രണ്ടാമത്തതാണ് കംപ്രഷൻ സ്ട്രോക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഫ്യൂവൽ മിക്സ്ചർ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇനി കംപ്രസ് ചെയ്യാണ്, കംപ്രസിങ്. സോ അതിൻ്റെ അകത്തും ഒരു പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് അനദർ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു സ്പാർക്കിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ കാണാം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു സ്പാർക്ക് ഹാപ്പൻ ചെയ്യുന്നതും. ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള ഇതിന് ഒരു സ്പാർക്ക് കിട്ടുമ്പോൾ ഒരു ഇതുണ്ടാവും, അവിടെ ഒരു കമ്പഷൻ ഉണ്ടാവും. അതിൽ പിന്നെ ഇനി എക്സ്പാൻഷനാണ്, അതും ഒരു സ്ട്രോക്കാണ്, ഒരു പവർ സ്ട്രോക്ക്. ഇതിലൂടെയാണ് നമുക്ക് പുറത്തേക്കുള്ള മെക്കാനിക്കൽ വർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ ഇത് ഈ ബേൺ ചെയ്ത ഫ്യൂവൽസിനെ ഇനി എന്താക്കണം, പുറത്തേക്ക് ചാടിക്കണം. അപ്പോൾ അതിന് ഇത് കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്യുകയും ഇതിൻ്റെ അകത്തുകൂടെ നിങ്ങളുടെ ബേസ്റ്റ് ചെയ്യപ്പെട്ട സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായി എന്താണ് സ്ട്രോക്ക്. ഓക്കെ, സോ ഹിയർ ഫോർ ദ കേസ് ഓഫ് എ gasoline engine I already told you have 6 processes. Out of this 4 are strokes or
it involve the vertical motion of piston. Okay, the first one is the intake stroke. അപ്പോൾ നിങ്ങൾ കണ്ടു the system എന്ന് പറയുന്നത് അവിടെയുള്ള സിസ്റ്റം എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഗ്യാസോലിൻ വേപ്പർ ആൻഡ് എയർ ആണ് അവിടെ പറയുന്നത്. നിങ്ങൾ പറയുന്ന ഒരു സിസ്റ്റം നിങ്ങളുടെ ഒരു പിസ്റ്റൻ്റെ ഉള്ളിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന നിങ്ങളിവിടെ ഇപ്പം ഗ്യാസോലിൻ എന്ന് പറയുന്നത് നമ്മുടെ പെട്രോളും എയറും കൂടിയിട്ടുള്ള ഒരു മിക്സ്ചർ. ഓക്കെ, സോ ഇറ്റ് മൂവ്സ് ഇൻ ടു ദ സിലിണ്ടർ ഡ്യൂ ടു സെക്ഷൻ ആസ് എ റിസീഡിങ് പിസ്റ്റൺ എൻലാർജസ് ദ ആക്സസിബിൾ വോളിയം. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതാണ്. ദ ഔട്ട്സൈഡ് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രഷർ ഇൻ ദ സിലിണ്ടർ, സോ ദ മിക്സ്ചർ ഈസ് പുഷ്ഡ് ഇൻ ടു ദ കമ്പഷൻ ചേമ്പർ. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഔട്ട്സൈഡ് പ്രഷർ എന്തായിരിക്കും, കുറച്ച് നല്ല പ്രഷറിലായിരിക്കും നമ്മളെ പുറത്ത് ഈ ഒരു സിലിണ്ടറിൻ്റെ പുറത്തുള്ള നമ്മളുടെ ഈ എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്താവും, നമ്മളുടെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. അത് പുഷ് ചെയ്ത് കയറി വരും, ആ വാൾവിനെ പുഷ് ചെയ്തിട്ട് കയറി വരും. ഇനി രണ്ടാമത് ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു മിക്സ്ചർ ഓഫ് പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസോലിൻ പ്ലസ് എയർ നമ്മളുടെ പിസ്റ്റൻ്റെ ഉള്ളിൽ സിലിണ്ടർ പിസ്റ്റൺ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ചേമ്പറിൻ്റെ ഉള്ളിൽ, ഇറ്റ് ഈസ് ബെറ്റർ ടു സേ ചേമ്പർ, ദ ഇൻസൈഡ് ദ ചേമ്പറിൽ എത്തിക്കഴിഞ്ഞു. ഇനി നൗ ദ മിക്സ്ചർ ഓഫ് ഗ്യാസോലിൻ വേപ്പർ ആൻഡ് എയർ ആർ കംപ്രസ്ഡ് അണ്ടിൽ ഇറ്റ്സ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റൈസ് കൺസിഡറബിളി. അപ്പോൾ അതിൻ്റെ ആ ഒരു കംപ്രഷൻ കാരണം ഇതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും വളരെ ഹൈ ആയിട്ട് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ദ അഡ്വാൻസിങ് പിസ്റ്റൺ വിച്ച് ഡിക്രീസസ് ദ വോളിയം ഓഫ് ദ കംപ്രഷൻ ചേമ്പർ. ഇനി മൂന്നാമത്, ഈ ഒരു ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഉള്ള ഈ ഫ്യൂവൽ പ്ലസ് എയർ മിക്സ്ചർ അതിന് എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഇറ്റ് ബേൺസ് ഔട്ട് അല്ലേ. സോ ബേണിംഗ് ഓഫ് ദ ഹോട്ട് മിക്സ്ചർ ഓക്കേഴ്സ് വെരി റാപ്പിഡ്ലി ആഫ്റ്റർ ദ ഇഗ്നിഷൻ ബൈ എ ഇലക്ട്രിക് സ്പാർക്ക്. അപ്പോൾ ഇതിൽ നമ്മളൊരു ചെറിയ സെൽഫായിട്ടുള്ള ബേൺ അല്ല, അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അവിടെ ഒരു സ്പാർക്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും, അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു സ്പാർക്ക് വരുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് സ്പാർക്ക് കാരണം ഈ ഒരു ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറുള്ള ഈ മിക്സ്ചർ burn you. So the resulting combustion products attain a very high pressure and temperature, but the volume remains unchanged during this very short time interval. അല്ലേ, അതിൽ നമ്മളെ പിസ്റ്റൺ നന്നായിട്ട് മേലോട്ടേക്ക് അങ്ങ് കംപ്രസ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ബേണിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബേണിങ് കാരണം അതിൻ്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയി മാറുന്നുണ്ട്. പക്ഷേ അവിടെ നിങ്ങളുടെ വോളിയം, പ്രഷറും ടെമ്പറേച്ചറും കൂടിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പിസ്റ്റൺ ഒന്നും സംഭവിക്കുന്നില്ല. സോ ദാറ്റ് മീൻസ് during the third process, that is a combustion process, the burning of the hot mixture occurs very rapidly after ignition by an electric spark. The resulting combustion products attain very high pressure and temperature, but the volume remains unchanged during this very short time interval. The piston remains essentially motionless during this very റാപ്പിഡ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ PV ഡയഗ്രാം കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, PV ഡയഗ്രാം കൂടി വരുമ്പോൾ. ഓക്കെ, നൗ ദ ഫോർത്ത് പ്രോസസ് ഈസ് പവർ സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വളരെ ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഉള്ള ഈ കമ്പഷൻ സംഭവിച്ച ഈ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം ഒബ്വിയസ്ലി ഡ്യൂ ടു ദിസ് ഹൈ പ്രഷർ ഇതെന്താവും, ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് പുഷ് ദ പിസ്റ്റൺസ് അവേ. ഓക്കെ, ദസ് ഇൻക്രീസിങ് ദ വോളിയം ആൻഡ് ഡിക്രീസിങ് ദ പ്രഷർ ആൻഡ് ദ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചറിലും അതിൽ ചെറിയൊരു വേരിയേഷൻ സംഭവിക്കുന്നു. ദ സിസ്റ്റം ആക്ടിങ് ത്രൂ ദ പിസ്റ്റൺ പെർഫോംസ് വർക്ക് ഓൺ ദ സറൗണ്ടിങ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പവർ സ്ട്രോക്ക്. അതിലൂടെയാണ് നമുക്ക് പുറത്തേക്കുള്ള മെക്കാനിക്കൽ വർക്ക് കിട്ടുന്നത്. ആ ഒരു ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ഉള്ള ആ ഒരു ബേസ്റ്റ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റ് നിങ്ങളുടെ പിസ്റ്റണെ വളരെ പെട്ടെന്ന് തന്നെ എന്താക്കും, അതിനെ മൂവ് ചെയ്യിക്കും, അല്ലെങ്കിൽ അത് പുഷ് ചെയ്യും. സോ that make a motion for the crankshaft and that will
മേക്ക് എ മെക്കാനിക്കൽ വർക്ക് ഔട്ട്സൈഡ്. അതാണ് നമ്മളിപ്പോൾ കാറിലൊക്കെ നമ്മളുടെ മോഷൻ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, അപ്പ് ആൻഡ് ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടയർ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് മെക്കാനിക്കൽ വർക്ക് പുറത്തേക്ക് കിട്ടുന്നു. പിന്നെ അഞ്ചാമത്തെ പ്രോസസ്സാണ് എക്സോസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആദ്യം സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ ചാമ്പറിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഫ്യൂവൽ പ്ലസ് എയർ മിക്സ്ചറിനെ ഇൻടേക്ക് ചെയ്തു, അതിനുശേഷം അതിനെ കംപ്രസ് ചെയ്തു. അതായിരുന്നു രണ്ടാമത്തെ പ്രോസസ്സ്. മൂന്നാമത്തെ പ്രോസസ്സായിരുന്നു അതിൻ്റെ കമ്പേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നാലാമത്തെ പ്രോസസ്സായിരുന്നു പവർ സ്ട്രോക്ക്. അത് ഈ ഒരു കമ്പേഷൻ സംഭവിച്ച പ്രൊഡക്റ്റിനെ ആ ഒരു ഹൈ പ്രഷർ കാരണം പിസ്റ്റണിൻ്റെ താഴോട്ടേക്ക് പുഷ് ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ മെക്കാനിക്കൽ വർക്ക് കിട്ടുന്നു. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ചാമ്പറിൻ്റെ ഉള്ളിലുള്ള സാധനം നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനമാണ്. ഇറ്റ് ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ. സോ യു വാണ്ട് ടു എക്സോസ്റ്റ് ദിസ്. ഓക്കെ. അപ്പോൾ അതിന് ദ കമ്പഷൻ പ്രോഡക്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പവർ സ്ട്രോക്ക് ആർ സ്റ്റിൽ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ദാൻ ദ സറൗണ്ടിങ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന വോളിയം ഇൻക്രീസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കുറയും, പിന്നെ അതുപോലെ പ്രഷർ കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ സറൗണ്ടിങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ ഹൈ. സോ ഒബ്വിയസ്ലി നമുക്ക് അവിടെ ഒരു വാൾവ് കീപ്പ് ചെയ്താൽ, അവിടെ ഒരു വാൾവ് ഉണ്ട്, ആ ഒരു വാൾവിലൂടെ ഒബ്വിയസ്ലി എന്തായി മാറും, ഈ സാധനം പുറത്തേക്ക് പോകും. ഓക്കെ. സോ ആൻ എക്സോസ്റ്റ് വാൾവ് allows some gases to escape until the pressure drops almost the atmospheric pressure and the piston remains essentially motionless during this process. ഓക്കെ. അപ്പോൾ അത് ശരിക്കും ഒരു സ്ട്രോക്ക് അല്ല. ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറയുന്ന ഫിഫ്ത്ത് പ്രോസസ്സ് അതൊരു സ്ട്രോക്ക് അല്ല. അതിൻ്റെ അകത്ത് പിസ്റ്റണിൻ്റെ മൂവ്മെൻ്റ് ഇല്ല. ആ ഒരു ഗ്യാസിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും കാരണമാണ് അത് എന്താവുന്നത്, ഈ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ സ്റ്റിൽ സം എമൗണ്ട് വിൽ ബി ദർ, ബട്ട് അവർ പിസ്റ്റൺ റിമെയിൻസ് മോഷൻലെസ് ആയിരിക്കും ആ ഒരു സമയത്ത്. ഇനി ഇത് പ്രഷർ ഓൾമോസ്റ്റ് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇനി എന്താക്കും, നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ കൂടി, ബാക്കിയുള്ള ഒരു വേസ്റ്റ് ആയിട്ടുള്ള കമ്പഷൻ പ്രൊഡക്റ്റിനെ കൂടി പുറത്തേക്ക് ചാടണം. സോ ഇൻ ഓർഡർ ടു ഡു ദാറ്റ് ദ പിസ്റ്റൺ പുഷസ് ഓൾമോസ്റ്റ് ഓൾ ദ റിമൈനിങ് കമ്പഷൻ പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് ദ സിലിണ്ടർ. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ താഴേക്ക് എടുത്തു, അത് അവിടെ പോയിട്ട് അവിടെ സ്റ്റോപ്പായി പോകുന്നതല്ല. നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതാണ്, ക്രാങ്ക് ഷാഫ്റ്റ് മേലെ നിന്ന് താഴെ ബോട്ടം വരെ എത്തി. ഒബ്വിയസ്ലി ദിസ് ഈസ് ഇൻ റൊട്ടേഷൻ മോഷൻ. അപ്പോൾ ഒബ്വിയസ്ലി ഇത് തിരിച്ചു വരും. ആ ഒരു സമയത്ത് തന്നെ എന്താവും, നമ്മളെ പിസ്റ്റൺ മേലോട്ട് പോയിട്ട് ബാക്കിയുള്ളതിനെ കൂടി പുറത്തേക്ക് വിടും അല്ലേ. അപ്പം അതൊരു ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റിലത്തെ പ്രോസസ്സ്, ആ ഒരു ഫ്യൂവൽ പ്ലസ് എയറിനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സ് ഫ്രം 5 to 1 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സാണ്. 5ൽ നിന്ന് 1 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സാണ് ആ ഒരു ഫസ്റ്റ് പ്രോസസ്സ്. അപ്പം ആ ഒരു P0 പ്രഷറിലാണ് അത് സംഭവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2 ആണ്. അതൊരു അഡയബാറ്റിക് പ്രോസസ്സാണ് അല്ലേ. അതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫ്യൂവൽ പ്ലസ് എയർ മിക്സ്ചറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞ് പിന്നെ നടക്കുന്നത് അവിടെ ഒരു കംപ്രഷനാണ്. കംപ്രഷൻ എന്ന് പറയുന്നത് ആ ഒരു കംപ്രഷൻ പ്രോസസ്സിൻ്റെ അകത്ത് നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരു എനർജിയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് എ അഡയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം V1 നിന്ന് V2ലേക്ക് വോളിയം ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കംപ്രഷൻ പ്രോസസ്സ്. മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്, അതിലാണ് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ബേണിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബേണിങ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഹീറ്റ് എനർജി സിസ്റ്റത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും അല്ലേ. നമ്മളുടെ ആ ഒരു മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും നന്നായിട്ട് കൂടുന്നില്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹീറ്റ് എനർജി. ഓക്കെ. അപ്പോൾ അതൊരു അഡയബാറ്റിക് പ്രോസസ്സ് അല്ല. അതുമാത്രമല്ല ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ നിങ്ങളെ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് എ ഐസോകോറിക് പ്രോസസ്സ്. പിന്നെ 3 to 4 എന്ന് പറയുന്ന ഈ ഒരു കർവ്. അപ്പോൾ 3 to 4 എന്ന് പറയുന്ന കർവ് എന്താണ് അവിടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഈ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറിലും കിടക്കുന്ന ഈ ഒരു ബേൺ ചെയ്ത പ്രൊഡക്റ്റ് അതെന്താവാണ്,
പെട്ടെന്ന് നിങ്ങളുടെ പിസ്റ്റനെ പുഷ് ചെയ്തിട്ട് നിങ്ങളുടെ വോളിയം ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എവിടെയും ഹീറ്റ് എനർജി പുറത്തു നിന്ന് അബ്സോർവ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഓൾസോ ആൻ അഡയാബാറ്റിക് പ്രോസസ്, ദാറ്റ് ഈസ് അഡയാബാറ്റിക് എക്സ്പാൻഷനാണ് നിങ്ങളുടെ വോളിയം ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറും പ്രഷറും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും, പിസ്റ്റൺ താഴോട്ട് വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും സറൗണ്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടെമ്പറേച്ചറും പ്രഷറും കൂടുതലാണ്. സോ നിങ്ങളുടെ എക്സോസ്റ്റ് വാൾവ് തുറന്നിട്ട് എന്താവുന്നുണ്ട്, കുറേ ഈ പ്രോഡക്ട്സ്, നമ്മളുടെ ഈ ഒരു ബേൺ ചെയ്ത റിമൈനിങ് പ്രോഡക്റ്റ് എന്താകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഹീറ്റ് എനർജി ലോസ് ആകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഡ്രോൺ ലൈക്ക് ദിസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം QL എന്ന് പറയുന്ന എനർജി പുറത്തേക്ക് സിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ആ ഒരു സിസ്റ്റം, ആ ഒരു ചാമ്പറിൻ്റെ ഉള്ളിലുള്ള സിസ്റ്റത്തിൽ നിന്നാണ് എനർജി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. പിന്നെ അവസാനത്തെ പ്രോസസ്സാണ് 1 to 5 എന്ന് പറയുന്നത്. നേരെ തിരിച്ച് നേരത്തെ അതേ രീതിയിൽ ബാക്കി എത്ര പ്രൊഡക്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ടോ അതിനെ മൊത്തമായിട്ട് നമ്മളങ്ങോട്ട് എക്സ്പെൽ ചെയ്യുന്നു. സോ ഇതാണ് ഇതിൻ്റെ 6th പ്രോസസ്. ദാറ്റ് ഈസ് എ എക്സോസ്റ്റ്, ദാറ്റ് ഈസ് എ സ്ട്രോക്ക് ആണ്. അവിടെ നിങ്ങളുടെ പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. സോ ദിസ് ഈസ് കോൾഡ് എക്സോസ്റ്റ് സ്ട്രോക്ക്. സോ ദീസ് ആർ ദ 6 പ്രോസസ്സസ് ഫോർ എ ഗ്യാസോലിൻ എൻജിൻ.